ഹായ്, അസ്സാം വലൈക്കും. ജുമ്മി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു കുറച്ച് പഴം കസിൻ്റെ വീട്ടിൽ നിന്ന് കൊടുന്നതാണ് കേട്ടോ. മൈസൂർ പഴമാണ്. ഈ പഴത്തിൻ്റെ ഉള്ളിൽ ഫുള്ളും ഒരു കല്ല് പോലെയുള്ള കുറേ മണികൾ. കുറച്ചൊക്കെ ഞങ്ങൾ അപ്പോൾ കഴിച്ചപ്പോഴാണ് അറിയണത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. പകുതി കഴിച്ചു കേട്ടോ. അതിൽ പകുതി വരില്ല. പകുതി കഴിഞ്ഞിട്ട് പിന്നുള്ള ഭാഗത്താണ് അത് കാണുന്നത്. ഇതാ ഇനിയിപ്പോൾ ഒരു അത് കിട്ടി. പിന്നെ അതെ ഇനിയും ഇതിപ്പോൾ രണ്ടെണ്ണമായിട്ടാണ്. ഇനി ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം ഉണ്ടാവും. ഈ പഴത്തിൻ്റെ മേൽഭാഗം ഇല്ല, പിന്നെ ഇവിടേക്ക് ഇങ്ങനെ ഇതായിട്ട് നല്ലോണം ഉള്ളത്. അപ്പോൾ ഒരു പഴത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് മണികളുണ്ട്. ശരിക്കും ഇങ്ങനെ ഒരു കല്ല് പോലെ കടിക്കുമ്പോൾ പൊട്ടണുണ്ട്. അപ്പോൾ ഈ കല്ലം പഴം എന്ന് പറഞ്ഞിട്ടൊരു പഴം ഉണ്ട് എന്ന് പറഞ്ഞേക്കാം. പക്ഷേ മൈസൂർ പഴത്തിൽ ഞാൻ ആദ്യമായിട്ടാട്ടോ ഇതിങ്ങനെ കാണുന്നത്. ഇതിൽ നിറയെ ഇതിപ്പോൾ ഒരു പഴത്തിൽ നിന്ന് 5 എണ്ണം കിട്ടിട്ടോ. നേരത്തെ ഒരു പഴത്തിൽ നിന്ന് 10-12 എണ്ണം കിട്ടി. ഇതുപോലെയൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ ഇതുണ്ട്. ഇതിപ്പോൾ മൈസൂർ പഴത്തിന് എന്തെങ്ങനെ വരണ അറിയില്ല. മേലത്തെ ഭാഗത്ത് കടിച്ചപ്പോൾ വരണില്ല കേട്ടോ. ഇവിടേക്ക് അടിയിലേക്ക് വരുമ്പോഴാണ് ഈ സംഭവം വരുന്നത്. അടിയിലേക്ക് എത്തിയപ്പോൾ ഒന്ന് കിട്ടി. ഇനി ഇതാ അവിടെ കണ്ടോ. രണ്ട് പഴത്തിൽ നിന്നിപ്പോൾ ഇത്രയും കിട്ടി. ഇത് എന്താണ് ഇങ്ങനെ വരുന്നതെന്ന് എനിക്കറിയില്ല. നമ്മളുടെ പഴത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചെറിയ മണി ഉണ്ടാവുമല്ലോ, ആ മണി വലുതായതാണോ ഇതിങ്ങനെ വിത്ത് പോലെ എന്തെങ്കിലും ആണോ എന്നറിയില്ല കേട്ടോ. ആർക്കെങ്കിലും ഇതുപോലെ വല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ മൈസൂർ പഴം കഴിക്കുമ്പോൾ? ഇതിപ്പോൾ എല്ലാ പഴത്തിലും നിറയെ ഉണ്ട്. ഇവിടെ വേറെ മൈസൂർ പഴം ഉണ്ട് നമ്മുടെ വീട്ടിലുണ്ടായത്. അതിലൊന്നും ഇങ്ങനെ ഇത് കണ്ടിട്ടില്ല. ഇപ്പോൾ ഈ പഴത്തിലാണ് ഇങ്ങനെ കണ്ടത്. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഒന്ന് വീഡിയോ എടുത്തത് കേട്ടോ. എല്ലാ പഴത്തിലും ഉണ്ട് ഇതേപോലെ. ഇതിലൊക്കെ കാരണം ഇപ്പോൾ കുട്ടികളൊന്നും കഴിക്കണില്ല. വെച്ചാൽ കഴിക്കുമ്പോൾ നമുക്ക് തന്നെ അത് കടിക്കുമ്പോൾ ഒരു സാധാരണ പഴം കഴിക്കുമ്പോൾ ഇല്ലാത്തത് ഇങ്ങനെ കാണുമ്പോഴേ കടിക്കുമ്പോൾ നമുക്കൊരു അസ്വസ്ഥത ഉണ്ട്. പിന്നെ ഇത് വെച്ചാൽ നല്ല ഉറപ്പല്ല, കടിച്ചാലൊക്കെ പൊട്ടണുണ്ട്. ഒരു വിത്തൊക്കെ ഉണങ്ങിയാലുണ്ടാവില്ലേ, കണ്ടോ? ഇതിൻ്റെ ഉള്ളിൽ ഇതേ പൊടി പോലൊക്കെ ഉണ്ട്. അങ്ങനെ വിത്തുണങ്ങിയാലുള്ള പോലത്തെ ഒരു കടിക്കുമ്പോഴൊരു ഉറപ്പ്. പൊട്ടിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെള്ള കളറിൽ ഇങ്ങനെ ഒരു ഇത് കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലത്തെ ഈ
സംഭവം. അപ്പോൾ ആർക്കെങ്കിലും ഇതേപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, മൈസൂർ പഴം കേട്ടോ. വേറെ എന്താ കല്ലമ്പഴം എന്നാ അങ്ങനെ എന്തോ ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇതിപ്പോൾ കാണുന്നത്. ഓക്കെ, അടുത്തൊരു നല്ലൊരു വീഡിയോ ഇട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്.